അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും നമ്മളെ പോത്തിനെ പുലി പിടിച്ചു കൊടുത്ത് വന്ന് നോക്കാട്ടോ. അപ്പോൾ അവിടുത്തെ അവസ്ഥ ഇതാണ്. കംപ്ലീറ്റ് എന്തേലും ബാക്കിയുള്ള എന്തേലും നായ്ക്കൾ എന്തെങ്കിലുമൊക്കെ തിന്നിട്ടും ബാക്കിയൊക്കെ മണ്ണായി പോയിട്ടോ. കണ്ടോ, അവിടെ ഒരു പോത്ത് കടഞ്ഞതൊന്നും ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തോന്നുമോ? കംപ്ലീറ്റ് ഫുള്ള് കഴിഞ്ഞു. ആകെ ഒരു വലിയ എല്ലിൻ്റെ കുറച്ച് പീസുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. പുലിനെ പിന്നെ ഈ ഭാഗത്ത് ആരും കണ്ടിട്ടുമില്ല. അതിന് ശേഷം പന്നിയാൾ, അതുപോലെ തന്നെ ബാക്കിയുള്ള മൊയില് കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുറേ കാണുന്നുണ്ട് ഇത്രേ. അപ്പോൾ പുലിയാണ് ഇത് തിന്നിക്കണമെങ്കിൽ ആൾ ഇവിടുന്ന് സ്ഥലം കാലിയായിട്ട് ഉണ്ടാവുന്നില്ല പ്രതീക്ഷയിലാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ കേട്ടോ. ഇപ്പം ഞാൻ ഈ പോത്തിനെ പുലി പിടിച്ചു എന്ന് പറയുന്ന ലൊക്കേഷനിലേക്ക് വരാൻ ഞാൻ ജീപ്പുമായിട്ടാട്ടോ അതിൻ്റെ അടുത്ത് വരെ വന്നിക്കണ്. അല്ലെങ്കിൽ ജീപ്പ് കുറച്ച് താഴെ നിർത്തിയിട്ട് നടന്നു വന്നിട്ടൊക്കെ വേണമെങ്കിൽ ഷൂട്ട് ചെയ്യും. പക്ഷേ ആൾക്കാരിൽ ഈ സംശയത്തിൻ്റെ ഒരു എന്താ പറയുക മുൾമുനെ ചെറുതായിട്ട് ഉണ്ടാകുമ്പോഴുള്ള വിഷയങ്ങൾ ഇതാണ്. അതെല്ലാ കാലഘട്ടത്തിലും അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും അങ്ങനെ തന്നെയാണ്. നമുക്കിതിപ്പോൾ നമുക്ക് ഉണ്ടോ ഇല്ലയെന്ന് അറിയില്ല, പക്ഷെ നമുക്ക് നല്ലൊരു പേടിയാണ്. ഉള്ളിൽ എവിടെയെങ്കിലും പുലി ഉണ്ടെങ്കിലോ എന്നുള്ളൊരു പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കംപ്ലീറ്റ് ജീപ്പ് ഫുൾ ക്ലോസ് ചെയ്തിട്ടാണ് വന്നിരിക്കണത്. അല്ലെങ്കിൽ ഞാൻ ഗ്ലാസ്സൊക്കെ തുറന്നിട്ട് ഇനി ടോപ്പ് തുറക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും തുറന്നിടാൻ പറ്റുന്ന ഒരു മൂഡിലാക്കാൻ നമ്മൾ അവസ്ഥയിലുണ്ടാവുക. പക്ഷെ ഇപ്പോൾ കംപ്ലീറ്റ് ഗ്ലാസ്സൊക്കെ ഏകദേശം പൊക്കി വെച്ചതിന് ശേഷമാണ് ഈ ലൊക്കേഷനിലേക്ക് വന്നിട്ടുണ്ടോ. അത് എന്താ പറയുക, ഇതിനോട് ഇനി നമ്മൾ പൊരുത്തപ്പെട്ട് വരണം, കുറച്ച് സമയം എടുക്കും. പക്ഷെ ഇവിടെ റബ്ബർ വെട്ടണോലൊക്കെ സ്ഥിരം വന്ന് റബ്ബർ വെട്ടിപ്പോണ്ട്. പക്ഷെ നമ്മളതിന് ശേഷം പുലി അന്ന് പിടിച്ചതിന് ശേഷം പിന്നെ വന്നിട്ടില്ല ഇങ്ങോട്ട്. അല്ല വരേണ്ട വല്ലാണ്ട് ആവശ്യമില്ലേനും, പക്ഷെ എന്നാലും നമ്മൾ തീരെ വന്നിട്ടില്ല. അപ്പോൾ അതിന് ശേഷം ഇപ്പോഴാണ് വരുന്നത്. അപ്പോഴും നമുക്ക് തന്നെ കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊരു ഫ്രീ ആയിട്ടില്ല. ഇതെന്താണ് പുലിയാണോ എന്താണെന്നില്ല നമ്മൾക്കും ഇതുവരെ അറിയാൻ പറ്റിയിട്ടില്ലല്ലോ. അല്ലെങ്കിൽ അന്ന് പുലിനെ കാണ്ടി നമ്മൾ, അല്ലെങ്കിൽ നമ്മൾ ആ പുലിനെ പിടിക്കേണ്ടി, നമുക്ക് സമാധാനം ഉണ്ടാവും. ഇത് നമുക്ക് ഇനി ഇത് കുറച്ചും പാടെ കഴിയണം. ഇതിൻ്റെ ആ ഒരു ഫുൾ പേടി വിട്ടു പോകണമെങ്കിൽ കുറച്ചുകൂടെ കഴിയണം. ഇവിടെ ഈ നമ്മളിപ്പോൾ ഈ പോണ വഴിക്കൊക്കെ പുലിൻ്റെ കാൽപ്പാടം നമ്മൾ കണ്ടിരുന്നു. അല്ലെങ്കിൽ അതിനോട് സാമ്യം തോന്നുന്ന കാലുകൾ. അപ്പോൾ അത് നല്ല ആൾക്കാർ ചെറുതായിട്ട് മോചിതരായി വന്നിട്ടുണ്ട് തോന്നുന്നുണ്ട്. കാരണം ഇവിടെ നോർമലി ഇപ്പോഴും രാവിലെ പുലി കാട് വെട്ടാനൊക്കെ വരൽ തുടത്തി. വേറെ ഒന്നും കൊണ്ടുമല്ല, ജീവിത മാർഗ്ഗമാണ്. പിന്നെ അതുപോലെ തന്നെ അതിജീവിക്കണമല്ലോ, എല്ലാ സന്ദർഭത്തിലും നമ്മൾ അതിജീവിക്കണമല്ലോ. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അവരൊക്കെ നോർമലി ബാക്ക് ടു ലൈഫൊക്കെ ആയി. നമുക്കെന്താ വെച്ചാൽ നമുക്ക് ഇതിനോട്ട് കൂടുതൽ ഇവിടെ വരേണ്ട ആവശ്യം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളതിലോട്ട് ഇപ്പോഴും അങ്ങോട്ട് ഫുള്ളായിട്ട് എണ്ണ ചേർന്നിട്ടില്ല. ഇതുപോലെ തന്നെയാണ് നമ്മളെ ജീവിതത്തിലെ പല സന്ദർഭങ്ങളിലും പല കാര്യങ്ങളിലും. അതിനെ ബ്രേക്ക് ചെയ്യണം എന്നുള്ളൊരു ആവശ്യകത എല്ലാ ആൾക്കാരാണ് അതിനെ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് ജീവിക്കുക. അല്ലാത്തവർ അങ്ങനത്തെ ഒരു സന്ദർഭം വന്നാൽ അതിനെ അല്ലെങ്കിൽ അതിനിട്ട് പോകും, അല്ലെങ്കിൽ തീരെ അതിലോട്ട് പിന്നെ മൈൻഡ് കൊടുക്കാതെ വേറൊരു എന്താ പറയുക വേറൊരു പരിപാടിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോകും. എന്ത് സന്ദർഭത്തെയും അതിജീവിക്കണം, അതിജീവിച്ചാലേ പറ്റുള്ളൂ. അതാണ് സാഹചര്യമാണ്, എല്ലാറ്റിനും കാരണങ്ങൾ സാഹചര്യമാണല്ലോ. ശരിക്കും പറഞ്ഞത് കൊടുത്തിമലൻ്റെ ഒരു വേറെ സൈഡാട്ടോ. ശരിക്കും പറഞ്ഞാൽ ആൾക്കാരെ എന്താ പറയുക പെരുമാറ്റം കുറവില്ല ഏരിയയാണ് ഇപ്പോൾ കൊടുത്തിനെ സംബന്ധിച്ചിടത്തോളം. ഒന്നുകൂടെ പ്രൈവസിയും ഒന്നുകൂടെ നല്ല പീസ്ഫുള്ളാണ് ഇവിടെ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഈ തൊഴിലാളികൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഓണേഴ്സ് മാത്രമേ എപ്പോഴെങ്കിലും കുറച്ച് വരുള്ളൂ, അല്ലാതെ ഇവിടെ ആരെയും കാണാൻ കഴിയില്ല. സംഭവം റബ്ബർ കാര്യങ്ങളൊക്കെ ആണെങ്കിലും എല്ലാവരും അവരവരെ ആവശ്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ആരും ഇവിടെ നിൽക്കണോല് ഇല്ല. അതുകൊണ്ട് തന്നെ വളരെ പീസ്ഫുള്ളാണ്, വളരെ. പക്ഷേ റോഡൊക്കെ അത്യാവശ്യം വളരെ മോശമാട്ടോ. കംപ്ലീറ്റ് ഭയങ്കര ഓഫ് റോഡ് വണ്ടി അല്ലാതെ ഇങ്ങോട്ട് കയറി പോരില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. വളരെ മോശമല്ല. നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം
ഇത് വ്യക്തമാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അത്രയും മോശപ്പെട്ട റോഡാണ്. 4 വീൽ വണ്ടിയിൽ അതൊന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെയൊക്കെയാണ് അപ്പോൾ പുലിൻ്റെ ഇപ്പോഴത്തെ പുതിയ വിവരങ്ങൾ. ശേഷം ഒന്നിനി പിടിച്ചതോ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. ഇനി വല്ല കാട്ടുമൃഗങ്ങളെയും പിടിച്ച് ജീവിക്കണ്ടെന്ന് അറിയില്ല പുലി ഉണ്ടെങ്കിൽ തന്നെ. പിന്നെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇവറ്റൊക്കെ ഏകദേശം ഒരു ദിവസം തന്നെ എത്രയൊക്കെ ഏരിയകൾ കവർ ചെയ്യുന്നൊക്കെ അല്ലേ പറയല് കേട്ടല്. അപ്പോൾ ചിലപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് പോയിട്ടുണ്ടാവും. നിലവിൽ ഇവിടുത്തെ സാഹചര്യങ്ങളിൽ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ 2 ദിവസമാണ് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ ആരും ഇതുപോലെ കാണാനുള്ള അവസ്ഥ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം. ഇനി വരാതിരിക്കട്ടെ. കാരണം നമ്മളിതൊരു വീഡിയോ എടുക്കണു നല്ലതിനപ്പുറം ഇതിൻ്റെ ഏരിയയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഓലൊക്കെ നന്നായിട്ട് അത് ബാധിക്കും. അപ്പം അങ്ങനെ ഇനി വരാതിരിക്കട്ടെ അല്ലേ. ഈ റോഡ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ശരിക്കും നല്ലൊരു ഓഫ് റോഡ് തന്നെ കേട്ടോ. അതും ഫുള്ള് കാട്ടിലൂടെ. അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ. മുറ്റത്തെ മുല്ലേക്ക് മണം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെയാണ്. ചിലപ്പോൾ നമ്മളിവിടുത്തെ ആൾക്കാർക്കൊന്നും ഇത് എന്തെന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. പക്ഷേ ഇങ്ങനെയൊന്നും എക്സ്പീരിയൻസ് ചെയ്യാത്ത അല്ലെങ്കിൽ ടൗണിൽ ജീവിക്കണ അങ്ങനത്തെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഇത് വളരെ എന്താ പറയുക കൗതുകവും അതുപോലെ നല്ലൊരു മനസ്സിനൊരു സുഖം കിട്ടണം കേട്ടോ. ഒന്നാമത് നല്ല എയർ കിട്ടും. ഫ്രഷ് എയർ ആയിരിക്കും. കംപ്ലീറ്റ് പച്ചപ്പല്ലേ. അതിൻ്റേതായിട്ടുള്ള നല്ല മാറ്റങ്ങളുണ്ടാവും. പിന്നെ മണ്ണിൻ്റെ മണം ഉണ്ടാവും. എല്ലാം കൊണ്ടും ഇപ്പം ഇങ്ങനെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ജീപ്പ് അല്ലെങ്കിൽ വേറെ എപ്പോഴും ജീപ്പ് അങ്ങനത്തെ വണ്ടികൾ മാത്രമേ കയറി വരുന്നുള്ളൂ. അപ്പോൾ പൊല്യൂഷൻ്റെ സാധ്യതകൾ ഒട്ടും ഇല്ലാത്ത ഏരിയകളാണ്. ഇപ്പോൾ അതൊക്കെ അന്യം നിന്ന് പോലെ നടത്തി. കുറച്ച് ഭാവിയിൽ ഇനി ഇവിടെ എന്താക്കുന്ന അവസ്ഥ എന്ന് പറയാൻ പറ്റൂല. ഇപ്പം നമ്മൾ മേലിന് ആ പോത്തിനെ പുലി പിടിച്ച് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വീഡിയോ എടുത്തല്ലോ. അതാണ് തന്നെ കാണണം കേട്ടോ. ഇതുണ്ടോ, ഇതാണ് നമ്മളെ മലൻ്റെ മുകൾ ഭാഗം. ഇതിങ്ങനെ കണക്റ്റ് ആയിട്ട് അങ്ങനെ റൈറ്റും ലെഫ്റ്റും ഒരേപോലെ അങ്ങനെ പോവാണ്. താഴ്ന്നും പൊങ്ങി അങ്ങനെ പോവാണ്. ഇപ്പം നമ്മൾ ഏകദേശം ഇതിൻ്റെ താഴ് ഭാഗത്തു നിന്നൊക്കെ ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ എടുത്ത് പോകുന്നത്. ഇത് കാണുന്നതൊക്കെ കാണാണ്ടോ, ഇത് ഫുള്ള് കാടാ. അവിടെ മേലെ തെങ്ങ് കാണാണ്ടോ, കുറച്ച് തെങ്ങുകൾ. പണ്ട് അയിമൊക്കെ പോയിട്ട് ഇളനീട്ട് കുടിച്ചിരുന്നു കേട്ടോ. അന്നൊന്നും ഒരു ലിമിറ്റ് ഉണ്ടായില്ല. ഇപ്പോൾ കംപ്ലീറ്റ് ലിമിറ്റ് പോലെ ഒതുങ്ങിപ്പോയി. അന്നൊക്കെ ടീമും ഉണ്ടായിരുന്നു. ഇപ്പോൾ ടീമൊന്നുമില്ല. ഓരോരുത്തരൊക്കെ ഓരോ വൈക്കായി. ഇൻഷാ അല്ലാഹ് ഇടയ്ക്ക് ഇനിയും പോകണം എല്ലാവരും ഒത്തുകൂടുമ്പോൾ.